കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പ്രഭാതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൽ വിലപ്പെട്ട അഭിഷക്തൻ ജോസഫ് മാത്യു, ഇന്ന് ഈ പ്രഭാതത്തിൽ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്തദാസ സന്ധ്യ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയും. സ്തോത്രം. നാം സേവിക്കുന്ന ദൈവം നിത്യനായ ദൈവമാകിയാൽ അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ആ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് നമ്മുടെ ഓരോ ജീവിതത്തിലും ദൈവാത്മാവ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കുമായി ഞാനെന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസ പാതയിൽ നമ്മെ ഒരുമിച്ച് നിർത്തുന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് മഹത്വം ചെയ്യുകയാണ്. കർത്തദാസി ഓർപ്പിക്കപ്പെട്ടതുപോലെ എൻ്റെ പേര് ബിജോ മാത്യു എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി അസംബ്ലീസ് ഓഫ് ഗോഡ് ടൗൺ AG വർഷിപ്പ് സെന്ററിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 7 വർഷമായി ഈ പട്ടണത്തിൽ കർത്താവിന്റെ മഹത്വമുള്ള വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കുടുംബമായി വസിച്ച് അമ്മ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളോട് കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ലഭ്യമായ അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അല്പ മിനിറ്റുകൾ ദൈവവചനത്തിൽ കൂടെ, അനുഭവ സാക്ഷ്യങ്ങളിൽ കൂടെ അല്പ നിമിഷങ്ങൾ ദൈവമക്കളുമായി ആയിരിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. എല്ലാവരുടെയും കരങ്ങളിൽ വിശുദ്ധ ബൈബിൾ കരങ്ങളിൽ ആണ് എൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 29-ാം വേദഭാഗത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കും. ഒരിക്കൽ കൂടെ ഞാൻ വേദഭാഗം ഓർപ്പിക്കപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 29-ാം വേദഭാഗം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കും. സ്വർഗത്തിലെ നല്ല കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ വാഴ്ത്തത്ത വചനത്തിന് നന്ദി. ഈ വചനത്തിൽ കൂടെ കർത്താവെ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന സകലരുടെയും മേൽ അവരുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ദിവസത്തിൽ ഇറങ്ങാൻ ദൈവാത്മാവരോട് സംസാരിക്കപ്പെട്ടത് ഉണർത്തി ദിവസങ്ങളിൽ അതിന്റെ നിവർത്തി തലങ്ങളിലേക്ക് ദൈവാത്മാവ് കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം വായിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2 അധ്യായം 29-ാം വേദഭാഗം. ഈ വേദഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നമേ തന്നെ പരിശുദ്ധാത്മാവ് തന്ന വെളിപ്പാടുകളിലേക്ക് പോകുന്നതിന് മുന്നമേ തന്നെ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളെ എനിക്ക് ലഭ്യമായ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചില മിനിറ്റുകൾ എടുത്ത് ദൈവമക്കളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടും. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ കൊടുകുളഞ്ഞി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പാരമ്പര്യമായി ഒരു ഓർത്തഡോക്സ് സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടെങ്കിലും ആ ജീവനുള്ള ദൈവത്തെ അറിയാതെ പോയിരുന്ന ഒരു കാലഘട്ടം എൻ്റെ പുറകിലുണ്ട്. 1999, 2000, 2001 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ വസിക്കുന്ന ഓട്ടാപ്പീസ് എന്ന് പറയുന്ന ദേശത്തേക്ക് കർത്താവിന്റെ മഹത്വമുള്ള വേലയോടുള്ള ബന്ധത്തിൽ ഒരു മിഷണറി കുടുംബം കടന്നു വരികയും ആ കുടുംബം ആ ദേശത്ത് കയറി ഇറങ്ങി സുവിശേഷം അറിയിക്കുകയും അങ്ങനെ ഓരോ ഭവനങ്ങളിൽ കയറി ഇറങ്ങുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് ആമേൻ സുവിശേഷം അറിയിക്കുകയും ആമേൻ ഞങ്ങളുടെ ഭവനവുമായി വളരെയധികം ഒരു മാനസിക ബന്ധം സർവശക്തനായ ദൈവം ആ മിഷണറി കുടുംബത്തിന് ഉളവാക്കുവാൻ ഇടയായിട്ടു. അങ്ങനെ അവർ ആ ദേശത്ത് വന്നതിന്റെ പ്രധാന ലക്ഷ്യം ആമേൻ ഒരു സഭാസ്ഥാപനത്തോടുള്ള ബന്ധത്തിലാണ്. അങ്ങനെ ഒരു വിശുദ്ധ ആരാധന തുടങ്ങാൻ ആമേൻ ആ ദേശത്ത് അനേക ഭവനങ്ങൾ ആ മിഷണറി കുടുംബം അന്വേഷിച്ച് നടന്നുവെങ്കിലും
ആമേൻ അതിനനുയോജ്യമായ ഒരു ഭവനം അവർക്ക് ലഭ്യമല്ലാതെ വന്നു. അങ്ങനെ വളരെ ഭാരത്തോടെ ആമേൻ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരുന്ന ആ മിഷണറി കുടുംബം ആമേൻ എൻ്റെ പിതാവിനോട് ഈ കാര്യം ഷെയർ ചെയ്യുകയും എൻ്റെ പിതാവ് ആ മിഷണറി കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ വേറെ എങ്ങും ആമേൻ വീട് അന്വേഷിച്ച് പോകണ്ട, ഇവിടെ ഇരുന്ന് നിങ്ങൾ കർത്താവിനെ ആരാധിക്കാം. ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഞങ്ങൾ പള്ളിയിൽ പോകും. സ്തോത്രം. പക്ഷെ ആ ഡിമാൻഡുകളെ സർവശക്തനായ ദൈവം നോട്ട് ചെയ്യുവാനിടയായി തീർന്നു. പലപ്പോഴും നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയും. സ്തോത്രം. ആമേ ഞാൻ വിശ്വസിക്കുന്നു ആ ദൈവത്തിന്റെ ദാസനും ദാസിയും ആമേ കരം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം അന്നു മുതൽ ഇന്നു വരെയും തിരികെ പള്ളിയിലേക്ക് പോകാൻ ഇടയായി തീർന്നില്ല. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ മുട്ടുകുത്താൻ സർവശക്തനായ ദൈവം ഇടവരുത്തി. അങ്ങനെ ആമേൻ ഞാൻ വസിക്കുന്ന എന്റെ ഭവനത്തിൽ വിശുദ്ധ സഭായോഗം ആരംഭിച്ചു. 4 പേരടങ്ങുന്ന ആ പ്രാർത്ഥന ഏകദേശം ഓരോ സൺഡേകൾ കഴിയും തോറും അതിന് വർധനവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർധനവ് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ മാത്രം ദേവാലയത്തിലേക്ക് പോകുന്നു. ഏകദേശം 12 മണി 12:30 ആകുമ്പോൾ ആമേ കുർബാനയും സൺഡേ സ്കൂളും ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭവനത്തിൽ വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ തൊട്ട് സമയം വെച്ചല്ല അന്ന് ദൈവത്തെ ആരാധിച്ചിരുന്നത്. എപ്പോൾ പരിശുദ്ധാത്മാവ് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു അങ്ങനെ നിന്ന് പോന്ന ആരാധിച്ച ഒരു കാലഘട്ടത്തെ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ഭവനത്തിന്റെ മുറ്റത്തേക്ക് ഞാൻ കാല് ചവിട്ടുമ്പോൾ തീക്കകത്ത് എങ്ങനെയാണോ ഞാൻ കാല് ചവിട്ടുന്നത് അതേ അനുഭവങ്ങൾ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, അനുഭവിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. കാരണം ശക്തമായ ആരാധന ഭവനത്തിന്റെ അകത്തു വെളിപ്പെടുകയാണ്. സ്തോത്രം. ആമേൻ. ഭൂതങ്ങൾ അഴിഞ്ഞു മാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, രോഗാത്മാവ് അഴിയുന്നു, അനേക കെട്ടുപാടുകൾ ആമേൻ അനേക ജീവിതങ്ങളുടെ തലങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ദൈവത്തെ അറിയാൻ എൻ്റെ പ്രായത്തിന്റെ പക്വതയില്ലായ്മയോ ആമേൻ ഒന്നും എന്നെ അനുവദിച്ചില്ല. ഞാൻ ഈ ദൈവത്തിന് വിരോധമായി, ദൈവജനത്തിന് വിരോധമായി സംസാരിക്കാൻ പ്രവർത്തിക്കാൻ ഒക്കെ തുടങ്ങി. പക്ഷെ സ്വർഗത്തിലെ ദൈവം അതെല്ലാം നോട്ട് ചെയ്യുവാൻ തുടങ്ങി. ശ്രദ്ധിക്കണേ. അതിനിടയിൽ എൻ്റെ മാതാപിതാക്കൾ വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ ആമേൻ സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. അങ്ങനെ എനിക്ക് ദൈവസഭയോട് എൻ്റെ മാതാപിതാക്കൾ ചേർന്നത് മൂലം പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ കഴിയില്ല. അനേക നിന്ദകൾ ജീവിതത്തിൽ കടന്നു വന്നു, അനേക ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ കടന്നു വന്നു. ആമേൻ. ഓട്ടോമാറ്റിക്കായി ഈ പള്ളിയിൽ നിന്ന് ഞങ്ങളെ പിരിച്ചുവിടുവാൻ കാരണക്കാരായ ഈ പാസ്റ്ററിനോടും ഈ പാസ്റ്റർ അമ്മാമ്മയോടും ഈ പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടത്തോടും എനിക്ക് ദേഷ്യമുണ്ടായി. ഇവർക്കെതിരെ വിരൽ ചൂണ്ടി. പക്ഷെ സ്വർഗത്തിലെ ദൈവം അത് നോട്ട് ചെയ്തു. ശ്രദ്ധിക്കണേ. ആമേൻ. എത്രത്തോളം ദൈവമക്കൾക്ക് വിരോധമായി വിരൽ ചൂണ്ടിയോ ദൈവജനത്തിനു മേൽ ആമേൻ സംസാരിക്കാൻ തുടങ്ങിയോ അത്രത്തോളം ഇരട്ടി കണ്ണുനീര് എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ എനിക്ക് ഒഴുക്കപ്പെടേണ്ടതായി വന്നിട്ടുണ്ട്. സ്തോത്രം. ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആമേ പൊതുജനത്തോട് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിനക്കെതിരെ ഈ ദൈവത്തെ ആരാധിക്കുന്നത് മൂലം ആര് നിനക്കെതിരെ നാവുയർത്തുന്നോ, ആര് നിനക്കെതിരെ കരമുയർത്തുന്നോ, ആര് നിനക്കെതിരെ കൂട്ടം കൂടുന്നോ, പേടിക്കേണ്ട, ഭ്രമിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് എഗസ്കേലിനോട് പറഞ്ഞൊരു ദൈവത്തെയാണ് നാമും ആരാധിക്കുന്നത്. നിശ്ചയമായും നമ്മുടെ കൂടെ ആ സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. അങ്ങനെ ആ ദൈവത്തിന് വിരോധമായി, ദൈവമക്കൾക്ക് വിരോധമായി, ആരാധനയ്ക്ക് വിരോധമായി സ്തോത്രം ഇവർക്ക് നേരെ ആ ചെറുപ്പത്തിന്റെ തലങ്ങളിൽ ഒറ്റയ്ക്കല്ല, എൻ്റെ പുറകിൽ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ, ഈ പ്രാർത്ഥിക്കുന്നവരെ ദേശത്ത് നിന്ന് ഓടിച്ചുവിടാൻ, ഈ പ്രാർത്ഥിക്കുന്നവരെ ഭവനത്തിന് ഇറക്കി വിടാൻ ബന്ധുമിത്രാദികൾ അടക്കമുള്ളവർ ഒരു കൂട്ടമായി എന്നെ പുറകിൽ എന്നെ പ്രഷർ ചെയ്യുമ്പോൾ ഞാൻ വല്ലാത്തൊരു അനുഭവത്തിലേക്ക് വന്നു. സ്തോത്രം. പക്ഷേ ആമേൻ അതൊക്കെ കണ്ട് ഞാൻ ഇവർക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തെ സന്ദർശിക്കുവാനിടയായി തീർന്നു. ശ്രദ്ധിക്കണേ. ആമേൻ. ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ദൈവത്തിന് പ്രയോജനമുള്ളതിനെ ഒരുവനെ കണ്ടുവെങ്കിൽ ആമേൻ ഒന്നെങ്കിൽ അവനെ കർത്താവ് വചനം എടുപ്പിച്ചിരിക്കും. സ്തോത്രം. ആമേൻ സ്തോത്രം. എന്നെ കർത്താവിന്റെ വചനം കർത്താവ് എടുപ്പിച്ചു. ശ്രദ്ധിക്കണേ. ആമേൻ. ദൈവ വചനത്തിന്റെ ആഴങ്ങളുള്ള മർമ്മങ്ങൾ, ആ മർമ്മങ്ങൾക്ക് വിരോധമായിട്ടാണ് ഞാൻ നിൽക്കപ്പെടാനിടയായി തീർന്നത്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ആരാധന നടക്കുന്ന എൻ്റെ ഭവനത്തിന്റെ അകത്ത് 2 ഡെത്തുകൾ, 2 മരണങ്ങൾ ആമേൻ ഒരാഴ്ചക്കുള്ളിൽ നടക്കുകയാണ്. ആമേൻ. ഒരു ദിവസം ഞായറാഴ്ച രാവിലെ പ്രഭാതത്തിൽ അവൻ എൻ്റെ പിതാവിന്റെ പിതാവും
ആ ആഴ്ചയുടെ അവസാന ദിവസമായ ശനിയാഴ്ച എൻ്റെ മാതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുക. ശ്രദ്ധിക്കണം, വിശുദ്ധ ആരാധന നടക്കുന്ന ഒരു ഭവനത്തിന്റെ അകത്താണ് ഇങ്ങനൊരു അനർത്ഥം കടന്നു വരുന്നത്. സ്തോത്രം. വളരെ പ്രതിസന്ധിയുടെ തലങ്ങളിലേക്ക് പോയി. ആമേൻ. ഓരോ സമുദായത്തിൽ നിന്ന് വിശ്വാസാനുഭവത്തിൽ വന്നിട്ട് ഈ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന, നിന്ദിക്കുന്ന ഒരു വലിയ കൂട്ടത്തിന്റെ നടുവിൽ സ്തോത്രം തളർന്നു പോകാൻ ഇടയായി തീർന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ ഈ മീറ്റിംഗ് ആദ്യം മുതൽ കണ്ടാമേ കയറി ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുകയായിരുന്നു. കാരണം അതിനകത്ത് എനിക്ക് പോസിറ്റീവായി കണ്ട ഒരനുഭവം, ആമേൻ, ആന്യഭാഷകളോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു തലം ആമേൻ മാതാപിതാക്കൾ ആമേൻ ചെയ്യുന്നത് ഞാൻ കണ്ടു. നിശ്ചയമായും അതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട് കേട്ടോ. അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു അദൃശ്യ മേഖലയുണ്ട്. അത് നിശ്ചയമായും റസ്സി ഹത്തന ചില ഇരുട്ടിന്റെ മേഖലകളെ തകർത്തു കളയുമെന്നുള്ള കാര്യം നിശ്ചയമാണ്. സ്തോത്രം. അങ്ങനെ വളരെ പ്രതിസന്ധി നിന്ന അനുഭവങ്ങൾ കടന്നു. ആ ഒരു അനുഭവത്തിൽ പിടിച്ചു നിന്നത് പ്രാർത്ഥനയുടെ ഫലമാണ്. സ്തോത്രം. പ്രാർത്ഥനയുടെ ഫലമാണ്, ദൈവശക്തിന്റെ ഫലമാണ്. എൻ്റെ പിതാവിനോട് ആമേൻ പിതാവിന്റെ സഹോദരങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആമേൻ, ഈ ബെന്തക്കോസ്തിൽ പോയിട്ടാണ് എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ അനേക വാക്കുകൾ, നിന്നയുടെ തലങ്ങൾ ജീവിതത്തിൽ ഉയർന്നുവെങ്കിലും പ്രാർത്ഥനയുടെ കൈത്താങ്ങലുകളാൽ സ്വർഗത്തിലെ ദൈവം അവിടെ പിടിച്ചു നിർത്തി. സ്തോത്രം. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ തലങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ സ്കൂളിൽ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പേരൻസ് മീറ്റിംഗ് സ്കൂളിൽ നടക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല. പിതാവ് ജോലിക്ക് പോയി, വല്യമ്മച്ചി മാത്രമേ ഉള്ളൂ. ആരും വരാത്തത് കൊണ്ട് എൻ്റെ ഉറ്റ സ്നേഹിതൻ, നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചങ്കെന്നൊക്കെ പറയും, ആ ഉറ്റ സ്നേഹിതൻ അവൻ എന്നെ ഒരു പാട്ടുപാടി എന്നെ കളിയാക്കി. സ്തോത്രം. ആമേൻ. എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരാത്തത് കൊണ്ട് ആ സ്നേഹിതൻ എന്നെ പാട്ടുപാടി കളിയാക്കിയത് ഇങ്ങനെ, ബെന്തക്കോസ്തിൽ ചേരണം, കപ്പയും മീനും തിന്നണം എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടി അവൻ എന്നെ കളിയാക്കിയിട്ട് പറഞ്ഞു, ഈ ബെന്തക്കോസ്തിൽ പോയിട്ടാണ് എൻ്റെ മാതാവ് നഷ്ടപ്പെട്ടു പോയത്. സ്തോത്രം. അവൻ ആ അല്പസമയം കഴിഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്ന് സോറി പറഞ്ഞെങ്കിലും ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെന്ന് കോറാനിടയായി തീർന്നു. കർത്താവിനറിയാം ഒരുവനെ എങ്ങനെ പിടിക്കണമെന്ന്. സ്തോത്രം. നാം പിടിക്കാൻ പോകണ്ട, കർത്താവിന്റെ സന്നദ്ധിയിൽ വിട്ടുകൊടുക്കുക. കർത്താവ് പിടിക്കേണ്ട തലങ്ങളിൽ കർത്താവ് പിടിച്ചിരിക്കും. സ്തോത്രം. അങ്ങനെ കൂട്ടുകാരന്റെ വായിൽ നിന്ന് വന്ന ആ വാക്ക് വളരെ സഹിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി. സ്കൂൾ വിട്ട് ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞ ഈ വാക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് കരച്ചിൽ വൊമിറ്റിംഗ് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് തോൾസഞ്ചി, തുണിസഞ്ചിയാണ്, ആ പുസ്തകം താഴെ വെച്ച് അവിടെ ഇരുന്ന് അങ്ങ് കരയുകയാ. അങ്ങനെ വാവിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്ത വരികയാ. എൻ്റെ മാതാപിതാക്കൾ സേവിച്ച ആരാധിച്ച ദൈവമാരാ. സ്തോത്രം. അങ്ങനെ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേൾക്കപ്പെടുവാനിടയായിരുന്നു, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറന്നു കളയില്ല. എനിക്ക് തോന്നിയതാകാം എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ പിന്നെയും ആ ഇമ്പമുള്ള ശബ്ദം എനിക്ക് കേൾക്കപ്പെടുവാനിടയായി തീർന്നു, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. അന്ന് എനിക്ക് മനസ്സിലായി, ഈ ഭൂമിയിൽ സംസാരിക്കുന്ന അദൃശ്യനായ ജീവനുള്ള ഒരു ദൈവം ഉണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കപ്പെടുന്നു, നമ്മുടെ വിഷയത്തിന്റെ മേൽ ആരും എനിക്ക് വേണ്ടി സംസാരിക്കാനില്ല എന്ന് തോന്നലുകൾ ഉണ്ടാകാം. പക്ഷെ ഇന്ന് തോന്നലുകളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ പുരയ്ക്കകത്തു നിന്നും, കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു കളഞ്ഞിട്ട് ശബ്ദമുയർത്തി പ്രഭാതത്തിൽ പറഞ്ഞോ, അവൻ എനിക്ക് വേണ്ടി വാദിപ്പാൻ, എനിക്ക് വേണ്ടി സംസാരിപ്പാൻ, എനിക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ഒരു സർവശക്തനായ സംസാരിക്കുന്ന ജീവനുള്ള ദൈവമുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ആ കരങ്ങൾ തട്ടിയോ കരങ്ങൾ ഉയർത്തിയോ ആരാധിച്ചോ കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. അന്ന് മുതൽ ഈ അദൃശ്യനായി സംസാരിക്കുന്ന ദൈവപാദത്തിങ്കൽ പ്രാർത്ഥനയ്ക്കിരിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയ്ക്കിരിക്കാൻ തുടങ്ങി 10ാം ക്ലാസ്സിന്റെ വിദ്യാഭ്യാസ തലങ്ങളിലേക്ക് വന്നു. SLC പരീക്ഷയുടെ തലങ്ങളിലേക്ക് വന്നു. പഠിക്കാൻ ഞാൻ വളരെ വീക്ക, വളരെ മണ്ടന, ഒരു കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ
SLC പരീക്ഷയുടെ തലങ്ങൾ കടന്നു വരികയാണ്. ഓണപരീക്ഷയ്ക്ക് ഒരു വിഷയത്തിനും മാർക്കില്ല. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരു സബ്ജക്റ്റിനും മാർക്കില്ല. അങ്ങനെ SLC പരീക്ഷയുടെ തലങ്ങളിലേക്ക് കയറി വരുമ്പോൾ കൂട്ടുകാര്, ടീച്ചേഴ്സ്, ഭവനത്തിലുള്ള ബന്ധുമിത്രാദികള് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് വിധി എഴുതി ഇവൻ തോറ്റുപോകും. പക്ഷെ ഞാൻ കേട്ട ദൈവശബ്ദത്തിന്റെ മുന്നിൽ ഞാൻ വിശ്വസിച്ചു. ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദൈവദാസിമാരൊക്കെ വന്ന് എന്റെ തലയിൽ കൈവച്ച് ഒറ്റ ദൂതേ ഉള്ളൂ, നിന്നെ വാലല്ല തലയാക്കുമെന്നുള്ള ദൂതല്ല. പിന്നെയോ ഉപവാസത്താലും പ്രാർത്ഥനയാലും, ആ വാക്കുകൾ വചനം ചേർന്ന് പറയട്ടെ, ഉപവാസത്താലും പ്രാർത്ഥനയാലും ആ വേട്ടഭാഗം എന്റെ തലയിൽ കൈവച്ചിട്ട് അഭിഷക്തന്മാർ വിളിച്ചു പറയുമ്പോൾ ഞാൻ ആ വചനം വിശ്വസിച്ചു. അങ്ങനെയെങ്കിൽ എനിക്ക് ജയിക്കണം. എന്റെ പരാജയം എനിക്ക് നന്നായി അറിയാം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ എന്നോട് സംസാരിച്ച ദൈവമാ, എന്റെ കുറവും എന്റെ പരാജയം ഞാൻ നിന്നോട് പ്രസന്റ് ചെയ്യുന്നു, നിന്റെ കരങ്ങളിലേക്ക് ഞാൻ വിട്ടുതരുന്നു. പക്ഷേ എന്നോട് ഈ വചനം പറയുന്നത് ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനുമാ. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ തീരുമാനിച്ചു. ദൈവദാസനെ ഞാൻ വിവരം അറിയിച്ചു. ദൈവദാസൻ സഭയെ പറഞ്ഞു, അവരും എൻ്റെ കൂടെ ഇരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉപവാസത്തിന്റെ ആദ്യ ദിവസം ഉച്ച കഴിഞ്ഞ് 2:30, 3:30, 4:30 ഈ ആദ്യമായി ഉപവസിക്കുന്നത്. അടിവേറ് മുതൽ ഒരു പരവേശം മേലോട്ട് കത്തിക്കയറുന്നുണ്ട്. സ്തോത്രം. നല്ല വിശപ്പ്. വല്യമ്മച്ചിയോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും അടയോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി തരണം. വല്യമ്മച്ചി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നീ എടുത്ത തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കണം. ആ പ്രതീക്ഷയും പോയി. പിന്നെ ഏകയാശ്രയം കിണറാ. അരമുതലില്ലാത്ത കിണറ്റിൽ നിന്ന് പച്ചവെള്ളം കോരിക്കുടിച്ച് വയറുവീർപ്പിച്ച് 3 ദിവസക്കാലം ദൈവസന്നിധിയിൽ ഞാൻ ഉപവസിച്ചു. പ്രൈസല്ലോ. അങ്ങനെ ഉപവാസമൊക്കെ കഴിഞ്ഞ് പരീക്ഷയൊക്കെ എഴുതി അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നപ്പോൾ എവിടെ ഞാൻ പരാജയപ്പെടുമോ, എവിടെ ഞാൻ തോറ്റുപോകുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ എന്റെ കർത്താവ് എനിക്ക് മാന്യമായ മാർക്ക് തന്ന് എന്റെ കർത്താവിനെ വിജയിപ്പിച്ചു. സ്തോത്രം. അന്ന് എനിക്ക് മനസ്സിലായി, ഈ ദൈവം സംസാരിക്കുന്ന ദൈവം മാത്രമല്ല, ഈ ദൈവം പ്രവർത്തിക്കുന്ന ദൈവം കൂടെയാ. ഇന്ന് പ്രഭാതത്തിൽ എന്റെ അനുഭവ പശ്ചാത്തലത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നാം സേവിക്കുന്ന ദൈവത്തിന്റെ ക്വാളിറ്റി പറഞ്ഞു തീരാൻ പറ്റത്തില്ല. അത്രത്തോളം വലുതാ. കാരണം അവൻ സംസാരിക്കുന്ന ദൈവമാ, അവൻ പ്രവർത്തിക്കുന്ന ദൈവമാ. അന്ന് മനസ്സിലായി, ഈ ദൈവത്തെ അല്ലാതെ പിന്നെ ആരെ സേവിക്കാനാ? ഇന്നലകൾ വരെ ഞാൻ ഗീവറീസല്ലതായെ മറിയെ സേവിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അവരെന്നോട് സംസാരിച്ചില്ല. ഞാൻ അവയോട് സംസാരിച്ചു. പക്ഷെ അവരെന്നോടും ഒരു ആൻസറും ചെയ്തില്ല. പക്ഷെ ഞാൻ പോലും കാണാത്ത, രൂപമില്ലാത്ത ഒരു അദൃശ്യനായ ആത്മാവായ ദൈവം എന്നെ കാണുന്നുണ്ടെങ്കിൽ യെസ്, ഞാൻ വിശ്വസിച്ചു, അത് തന്നെയാണ് ജീവനുള്ള ദൈവം. ആ ജീവനുള്ള ദൈവത്തിന് വേണ്ടി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് തിരുവചനം പഠിച്ച് ആ നിലകളിൽ കുടുംബസ്ഥനായി കഴിഞ്ഞ 7 വർഷമായി ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന് പറയുന്ന പട്ടണത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 7 വർഷമായി ഞങ്ങളുടെ കുടുംബമായി ശുശ്രൂഷിക്കുന്നു. ദാനമായി 2 പെൺകുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി നൽകി. അവർ ഇനിയും 8ാം ക്ലാസ് തൊട്ടും 7ാം ക്ലാസ് തൊട്ടുമാണ്. പ്രത്യേക നിങ്ങളുടെ ശുശ്രൂഷകളെ, കുടുംബജീവിതത്തെ, കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവ ജനം പ്രാർത്ഥിക്കുമല്ലോ. വേഗത്തിൽ വചന ശുശ്രൂഷകൾക്ക് ഞാൻ പ്രാധാന്യത നൽകുന്നു. എൻ്റെ സാക്ഷ്യത്തിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അവിടെ അടിവരയിട്ടുകൊണ്ട് വചന ചിന്തകളിലേക്ക്, വെളിപ്പാടുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. നാം പ്രാരംഭത്തിൽ വായിച്ചതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 29-ാം വേദഭാഗമാണ് നാം വായിക്കപ്പെട്ടത്. സ്തോത്രം. ശ്രദ്ധിക്കണേ, എല്ലാ സുമിറ്റിങ്ങളിൽ ഇരിക്കുന്നത് പോലെ ദൈവമക്കൾ ഇരിക്കില്ല. പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിനു വേണ്ടി, നിയോഗത്തിനു വേണ്ടി അല്പസമയം പ്രാർത്ഥനയോടിരിക്കണം. സ്തോത്രം. പ്രസംഗമൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നറിയാം. പക്ഷെ പ്രസംഗമല്ല, ദൈവശബ്ദത്തിനു വേണ്ടി കാതുകൾ കോർക്കാൻ, കൈ കോർക്കാൻ ദൈവമക്കൾ അല്പ മിനിറ്റുകൾ ഇനി മുന്നിലുള്ളൂ. ആ അല്പ മിനിറ്റുകൾ വചനത്തിൽ കൂടെ തന്നെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കും. ദൈവമക്കളെ, വാഴ്ത്തം എന്ന വിഷയം നമ്മൾ എപ്പോഴും കേൾക്കുന്നവരാ. വാഴ്ത്തത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഈ വാഴ്ത്തത്വം എന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ വാഴ്ത്തത്വം 2 തരങ്ങളിൽ ഉണ്ട്.
തിരുവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ പിശാചി നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താം. വാഴ്ത്തത്വം 2 തരത്തിലുണ്ട് എന്ന് ഞാൻ പ്രസന്റ് ചെയ്തു. പരിശുദ്ധാത്മ എനിക്ക് തന്ന വെളിപ്പാട്. അതെന്താണ് പാസ്റ്റർ? ഞാൻ പ്രസന്റ് ചെയ്തു. ഒന്ന്, ദൈവവചനത്തിന്റെ വാഴ്ത്തത്വം. 2, ദൈവവചനത്തിന്റെ പുറത്തുള്ള വാഴ്ത്തത്വം. ദുഃഖത്തോടെ പറയട്ടെ, നമുക്കിഷ്ടം ദൈവവചനത്തിന്റെ പുറത്തുള്ള വാഴ്ത്തത്വമാണ്. എന്താ ദൈവവചനത്തിന്റെ പുറത്തുള്ള വാഴ്ത്തത്വം? നമ്മളെപ്പോഴും പലപ്പോഴും കേൾക്കാറുള്ള വാഴ്ത്തത്വ ദൂതുകളാണ്. നിന്നെ വാലല്ല തലയാക്കും. കേട്ടവരൊക്കെ ഒന്ന് പറഞ്ഞു തന്നു. മൈക്ക് ഓൺ ചെയ്യണ്ട. യെസ്, അത് തന്നെയാണ്. വല്ലതും പ്രാപിച്ചോ? ഇല്ല. പക്ഷെ നമുക്കുണ്ടായ ഒരു ഗുണമെന്ന മാനസികമായ ഒരു സന്തോഷം. അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. പക്ഷെ ദൈവവചനത്തിന്റെ വാഴ്ത്തത്വത്തിന് എന്താ പ്രത്യേകത? ദൈവവചനത്തിന്റെ വാഴ്ത്തത്വം ദൂത് ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് മുറിക്കും. നമ്മുടെ ജീവിത തലങ്ങളെ പരിശുദ്ധാത്മ മുറിക്കും. കാരണം ദൈവവചനത്തിന്റെ വാഴ്ത്തത്വങ്ങൾക്ക് വേദനയുണ്ട്, വിലയുണ്ട്. പക്ഷെ ആ വേദനയ്ക്കകത്തും ദൈവകൃപ വ്യാപരിക്കപ്പെടും. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ തിരുവചന വാഴ്ത്തത്വം പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ മുന്നേറാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ തിരുവചന വാഴ്ത്തത്വത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുക. ശിമയോൻ എന്ന് പറയുന്ന പുരോഹിതൻ, കർത്തുദാസൻ, ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവചന സൂക്തങ്ങൾ അവൻ വായിക്കപ്പെടുകയാണ്. നോക്കിക്കേ, ശിമയോൻ ഈ വേദഭാഗം വായിക്കപ്പെടുമ്പോൾ അവന്റെ കണ്ണുകളിൽ ചില പ്രവചന സൂക്തങ്ങൾ ഉടക്കി വേദഭാഗങ്ങൾ വായിക്കപ്പെടുകയാണ്. അത്ഭുത മന്ത്രി മറ്റാരെയും കുറിച്ചല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ അവൻ വായിക്കുന്നത്: അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നൊക്കെ സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കപ്പെടും. അങ്ങനെ യെശയ്യാവിൽ പറയപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ, യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ, യേശുക്രിസ്തു ആരാണെന്നുള്ളതിന് ബന്ധത്തിലൊക്കെ ആ ചില പ്രവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് പോലെ ഒരു സംശയം ശിമയോനുണ്ടായി. എന്തായിരുന്നു? ഇത് വല്ലതും നടക്കുമോ? ഇതെന്നോടാണോ? ഇങ്ങനൊരു ഹൃദയത്തിൽ, ശിമയോന്റെ ഹൃദയത്തിൽ ഉൾത്തിരിഞ്ഞു വരുന്നു എന്ന് പരിശുദ്ധാത്മാവ് കണ്ട നിമിഷം ദൈവാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ശിമയോനോട് പറയുക: നീ വായിക്കപ്പെട്ടിരിക്കുന്ന പ്രവചന വാഴ്ത്തത്വ നിറവേറും. ഒറ്റ അടയാളം ഞാൻ നിനക്ക് തരുന്നു. ഈ വാഴ്ത്തത്വം, പ്രവചനം നിവർത്തിക്കപ്പെടാതെ മരണം നിന്നെ തൊടുകയില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനാ മുറിക്കകത്തിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഒരൊറ്റ ദൂതേ പറയുന്നുള്ളൂ: വചന പ്രവചനത്തിന്, വചന വെളിപ്പാടിന്, വചന വാഴ്ത്തത്വത്തിന് നിന്റെ മേലുള്ള നന്മയെ കെടുത്താൻ, ആമേൻ, നിന്റെ മേലുള്ള അവകാശത്തെ കെടുത്താൻ ശ്രമിക്കുന്ന മരണത്തിന്റെ ആധിപത്യത്തെ, ആമേൻ, പാരമ്പര്യത്തിന്റെ ആധിപത്യത്തെ, ജാതീയ ആധിപത്യത്തെ, മന്ത്രവാദിയുടെ ആധിപത്യത്തെ തകർത്ത് കളഞ്ഞ ദൈവവചനത്തിന്റെ വാഴ്ത്തത്വം നിങ്ങളുടെ മേൽ ഈ പ്രഭാതത്തിൽ കർത്താവ് ചെയ്യാൻ പോവാ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ അന്യഭാഷകളാൽ കരമടിച്ച് കർത്താവിനെ ആരാധിച്ച് ബലം പ്രാപിച്ചിരുന്നോണം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത്. ദുഷ്ടപിശാച് ആഗ്രഹിക്കുന്നത് നീ നന്നായി പോകാനല്ല, നിന്റെ ഭവനം സന്തോഷത്തോടിരിക്കാനല്ല, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു പോകാനല്ല. നീ നാണം കെട്ട് കണ്ണുനീര് കൊണ്ട് കൈകഴുകി നീ ലജ്ജയുള്ളവളായി തീർന്ന് നാണം കെട്ട് ദേശത്ത് നിന്ന് ഓടിപ്പോകാൻ ദുഷ്ടപിശാച് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഴ്ത്തത്വം അതല്ല. നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, നീ എവിടെ തകർക്കപ്പെട്ടോ, ആ ദേശ
ദേശത്ത് തന്നെ വെച്ച് അവൻ നിന്നെ ശത്രുക്കളുടെ മുന്നിൽ മേശയൊരുക്കി നിന്നെ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഈ പ്രഭാതത്തിൽ ആരാധിക്കുന്നെങ്കിൽ ആത്മനിയോഗത്തോടെ കരമടി തന്നെ ഭാഷകളിൽ പ്രാർത്ഥിച്ചോളൂ. പിശാചേ, നീ ഒരുക്കി വെച്ചിരിക്കുന്ന സകല പദ്ധതികളും ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനത്തിന്റെ വാഴ്ത്തത്വം അനുസരിച്ച് അതിനെ സ്വർഗം തകർത്തു കളയുന്ന ഒരു പ്രഭാതമാ. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അടമനസി ഹന്തൽ കൗരരാജനരികനകസി അന്യഭാഷകളോട് പ്രാർത്ഥിക്കട്ടെ, അധികാരത്തോടെ പ്രാർത്ഥിക്കട്ടെ. നിന്റെ മേൽ കെട്ടിവെച്ചിരിക്കുന്ന ആധിപത്യത്തിന്റെ അടയാളങ്ങൾ ഇന്ന് പ്രമാദത്തിൽ നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് കെട്ടുകളെ അഴിഞ്ഞു അത് വന്നത് എവിടേക്കാണോ ആ ഇടത്തേക്ക് സ്വർഗത്തിലെ ദൈവം അതിനെ മടക്കി അയച്ച് ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കപ്പെടുമ്പോൾ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചോണം. ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചില ചലനങ്ങളെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുക. അരസി ഹന്തൽ കൗരരാജനരികനകടകസി യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അവൻ ആത്മനിയോഗത്തോടെ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അസാധേ റിഖന റഗൽ കൗരരെ റിഖനകടകമനാസി ഒരു പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഈ മീറ്റിംഗിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളുടെ ഉള്ളറകളിലേക്ക് അയക്കപ്പെടുന്നു. അവൻ ചില വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങൾ വെളിപ്പെടുന്നു. ചില നാവിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്നതായി ദൈവാത്മാ പറയുന്നു. ആത്മാവിന്റെ ശക്തിയോടെ വിട്ടുകൊടുക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ വിട്ടുകൊടുക്കട്ടെ. ആ കരങ്ങളെ അടിച്ച് ഹൃദയം തുറന്ന് അന്യ ഭാഷകളോട് വെളിപ്പാട് ജനത്തെ നോക്കി പറയുന്നു. ഗർഭഫലത്തെ തടയുന്ന, നന്മകളെ തടയുന്ന, കുടുംബത്തിന്റെ വംശത്തെ തടയുന്ന ഇരുട്ടിന്റെ പാരമ്പര്യ മേഖലകളെ ചിലതിനെ തലമുറയുടെ മേൽ യഹോവയുടെ കരം തൊട്ട് ചില നന്മ പുറത്തു വരുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പാട് വരികയാണ്. അടമസേ ഹന്തൽ കൗരരാജനരികനകസി അവന്റെ ഒരു തലമുറയ്ക്ക് വേണ്ടി കരയുന്ന ചിലതിന്റെ മേൽ ആ കണ്ണുനീരിനെ തുടയ്ക്കാൻ എന്റെ കർത്താവിന്റെ കരം ചലിക്കുന്നതായി പരിശുദ്ധാത്മാവ് വ്യക്തമായി വചനത്തിൽ കൂടെ വെളിപ്പാട് വിളിച്ചു പറയുകയാ. അസന്ധനിൽ കൗരരാജനരികനകടകസി അധരാജനരികനകടകമന യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു. സ്വർഗമംഗലം ചെയ്തതിന് നന്ദി. ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് പഴയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ ദൈവാത്മാവ് ശിമിയോനോട് പറഞ്ഞ ദൂത, ആ ദൂതന്റെ മുന്നിൽ ദൈവം കൊടുത്ത അടയാളം മരണമെന്നെ തുടങ്ങും. നീ നരച്ചാലും വാഴ്ത്തത്വം നിറഞ്ഞു, പ്രായമായാലും നിന്നോട് പറഞ്ഞത് കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ പ്രഭാതത്തിൽ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, കാലം എത്ര കഴിഞ്ഞാലും ദൈവശബ്ദത്തിന് പഴക്കമില്ല, അത് പുതുക്കമേ ഉള്ളൂ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പുതുക്കത്തിന്റെ ശക്തിയാണ് വ്യാപരിക്കപ്പെടുന്നത്. എന്നാൽ ദൈവവചനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പ്രാപിച്ച ദൈവശബ്ദം, ആ ദൈവശബ്ദത്തിന്റെ മുന്നിൽ ശിമയോൻ കാത്തിരുന്നു. നമുക്കില്ലാത്തൊരു ക്വാളിറ്റി ശിമയോൻ. ഒരു ദൂത് കേട്ടാ പിന്നെ ആ ടൈം കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു പറ്റിയെ നമ്മൾ കുറ്റം പറയും, അല്ലേ? അത് സ്വാഭാവികം. പക്ഷെ ശിമയോനെ ലൈവ് പഠിക്കാൻ വന്നു. അവൻ എന്നത് കേട്ട മരണത്തോട് എങ്ങനെ, എന്തുകൊണ്ട്? അത്ഭുത മന്ത്രിയെ നീ കാണുമെന്നവർ ഈ പ്രവചനം നിറവേറുമെന്നവർ. അങ്ങനെയെങ്കിൽ ശിമയോനുള്ളൊരു ക്വാളിറ്റി നമുക്കും വേണം. പാസ്റ്റർ, എന്താ ക്വാളിറ്റി? യെസ്, ലൂക്കോസ് സുവിശേഷം 2:25 വാക്യം, അതായത് 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം ബൈബിൾ ഉള്ളവർ ഒന്ന് ഓപ്പൺ ചെയ്യണേ. യെരുശലേമിൽ ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനും വേണ്ടി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. എത്ര പേർക്ക് വചനം ഒന്ന് മനസ്സിലാകുന്നുണ്ട്? ശിമയോൻ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? ഇസ്രായേലിന്റെ ആശ്വാസം. ആരാ ആശ്വാസദായകൻ? ക്രിസ്തു തന്നെയാണ്. അവൻ ആർക്കു വേണ്ടി കാത്തിരിക്കുക? ക്രിസ്തുവിന് വേണ്ടി. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കാൻ ജനം തയ്യാറാകണം. നമ്മുടെ ഇഷ്ടത്തിനല്ല, ദൈവ ഇഷ്ടത്തിനു വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കാൻ തയ്യാറായാൽ നിശ്ചയമായും ദൈവം തക്ക സമയത്ത് വഴികളെ ഒരുക്കും. ഒരു വെളിപ്പാട് പരിശുദ്ധാത്മ പറയുന്നത് ഇങ്ങനെയാണ്.
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നുണ്ട്. എന്തായിരുന്നത്? ആ വേദഭാഗം ഇങ്ങനെയാണ്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, അവസാന പേര് ഞാൻ കൂട്ടിച്ചേർക്കുന്നു, ഭൂമിയുടെ അറ്റത്തോളം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഇവിടെ ഒന്നിൽ കൂടുതൽ പേരുണ്ട്. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. പുരുഷന്മാരുടെ മാത്രം കണക്ക്, സ്ത്രീകൾ, കുട്ടികൾ, മറ്റുള്ള തലങ്ങളൊക്കെ വേറെ അനവധിയുണ്ട്. എന്നിട്ടും കൊട്ടകൾ, 12 കൊട്ടകൾ പിന്നെയും അവശേഷിച്ചിരിക്കുക. അവിടെ ദൈവാത്മാവ് പഠിപ്പിക്കുന്ന ഒരു വിഷയം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. പക്ഷെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ന് പറയുന്ന പദം, നിങ്ങളുടെ മേൽ, അവിടെ 120 പേരല്ല, ഒത്തിരി പേരുണ്ട്. പക്ഷെ വാഴ്ത്തത്വത്തിന് വേണ്ടി കാത്തിരുന്നത് ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. അത് 120 പേരാ. ആ 120 പേര് മാളിക മുറിയിൽ, മർക്കോസിന്റെ മാളിക മുറി കയറി. ദൂത് കേട്ടവർ ഇപ്പോഴും പുറത്തിരിക്കുക. ഈ പ്രഭാതത്തിൽ നടക്കുന്ന ഈ കൂട്ടായ്മയെ അറിഞ്ഞവർ പോലും ഇപ്പോഴും എന്ത് ചെയ്യുക? കയറാതെ പുറത്തു നിൽക്കുക. സ്വാഭാവികമാണ്. പക്ഷെ അതുപോലെ നിങ്ങളുടെ മേൽ എന്റെ ആത്മാവിനെ പകരുമെന്നുള്ള വാഴ്ത്തത്വം പ്രാപിച്ചവർ ഒത്തിരി പേരാ. എന്റെ പരിശുദ്ധാത്മാവിന്റെ പിതാവിന്റെ കരങ്ങളിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങളുടെ മേൽ ഞാൻ അയക്കും. ഈ ദൂത് കേട്ടവർ ഒത്തിരി പേരുണ്ട്, അല്ലെ? പക്ഷെ മാർക്കോസിന്റെ മാളികമുറിയിൽ കയറിയത് സെലക്റ്റഡ് ആയ ചിലർ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രഭാതത്തിൽ മീറ്റിംഗുകൾ സംബന്ധിക്കുന്നതും സെലക്റ്റഡ് ആയ ചിലർ മാത്രമേ ഉള്ളൂ. കാരണം ഈ പ്രഭാതത്തിൽ, ഈ വചനത്തിൽ കൂടെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ സെലക്റ്റഡ് ആയ നിങ്ങളെ കൊണ്ട് കർത്താവ് ചില പ്ലാനുകൾ ഒരുക്കപ്പെടാൻ പോകും. എന്താ കർത്താവ് അത് ചെയ്യാൻ പോകുന്നത്? ഈ മീറ്റിംഗിൽ അവർ വന്നില്ലല്ലോ, ഇവർ വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട. കർത്താവ് വിളിക്കാത്തവനെ, കർത്താവ് സെലക്ട് ചെയ്യാത്തവനെ ആമേൻ ഇന്ന് പകൽക്കാലം ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. ആമേൻ സെലക്ട് ചെയ്ത 120 പേര് ഇതിനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നവരെല്ലാവരും കർത്താവിനാൽ സെലക്ട് ചെയ്തവരാ. ഒന്ന് കരമുയർത്തിയോ നാവുയർത്തിയോ ഹൃദയം തുറന്നോ പറഞ്ഞോണം, എന്റെ കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എന്റെ കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നോക്കിക്കേ, ഈ 120 പേരെ കൊണ്ട് ദൈവസഭയുടെ ആരംഭ ചലനം പരിശുദ്ധാത്മാവെന്ന് ബൂസ്റ്റ് ചെയ്ത് കയറ്റി അവൻ ദേശത്തിന്റെ അതിരുകളിലേക്ക്, ആവിചാര കർമ്മങ്ങളിലേക്ക്, വിദ്യാമൂർത്തി ശക്തികളിലേക്ക്, ദേശത്തിന്റെ ആധിപത്യങ്ങളിലേക്ക് ഈ 120 പേരങ്ങോട്ട് ഇറങ്ങിച്ചത്. കേട്ടവരല്ല, പ്രാപിച്ചവരെ ഇറങ്ങിച്ചത്. സ്തോത്രം. നോക്കിക്കേ, അവർ ചെന്നയിടത്ത് നിന്ന് വചനം പ്രസംഗിച്ചു. സഭയിൽ വരണമെന്ന് പറഞ്ഞില്ല, വചനം പ്രസംഗിച്ചു. വചനത്തിൽ കൂടെ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി ദൈവസഭയോട് അനേകർ ദിനം തോറും വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു. ആ വചനം ഇന്നും പ്രസംഗിക്കുന്നത്. രോഗികൾ, അത്ഭുതങ്ങൾ ഒക്കെ, സൗഖ്യങ്ങൾ, അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു. ഇന്നും അത് കണ്ടിന്യൂ ആയിട്ട് തുടർന്നു വരുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മക്കളെ ദൈവവാഴ്ത്തത്വം കേട്ട നിന്റെ മേലുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ആ വാഴ്ത്തത്വത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. പക്ഷെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചൊരു വലിയൊരു വെളിപ്പാടുണ്ട്. ദൈവവാഴ്ത്തത്തെ കേട്ടവന്റെ മേൽ ആരുണ്ടെന്നറിയാം? പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഒരു കാര്യം ഓർത്തോണം, എന്റെ കൂടെ ആരുണ്ട്? ഒന്ന് എന്നോട് കൈയേർത്ത് പറ. ആരും ഇല്ലേലും ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നോട് ദൈവ ദൂത് പറയപ്പെട്ട, എന്നോട് ആലോചന അറിയിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ കൂടെയുണ്ടെന്നേ. അതാണ് പറഞ്ഞത്, നമ്മളെ കണ്ടൊക്കെ വ്യത്യസ്തനാണ് ശ്രമിക്കുക. എന്താണെന്നറിയാമോ? ഈ ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവും അവന്റെ മേൽ, ഓ താങ്ക് ഗോഡ്, ഇന്ന് പകലൊന്ന് എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയും? ദൈവശബ്ദം കേട്ടവന്റെ മേൽ ആരുണ്ടെന്ന്?
പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് നിന്റെ മേലുള്ളപ്പോൾ നീ ആരെയാ പേടിക്കുന്നത്? ഏത് മന്ത്രവാദിയെ പേടിക്കുന്നത്? ഏത് അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ പേടിക്കുന്നത്? ഇന്ന് രാമേ പ്രഭാതത്തിൽ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാമോ? ആ പരിശുദ്ധാത്മാവ് ചില വാതിലുകൾ കർത്താവ് കത്തിക്കാൻ പോവാ. ചില തലങ്ങളെ സ്വർഗത്തിലെ ദൈവം ആത്മാവ് തൊടാൻ പോവാ. ചില തടസ്സങ്ങളെ സ്വർഗത്തിലെ ദൈവം വാരി എറിയാൻ പോവാ. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചേ. എന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്, എന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്, എന്റെ കൂടെ സർവശക്തനായ ദൈവമുണ്ട്. ആരാ നീ സേവിക്കുന്ന ദൈവം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു. ആരാ പരിശുദ്ധാത്മാവ്, ആരാ ദൈവം എന്ന് ദൈവാത്മാവ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം ആമേൻ 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെയെങ്കിൽ എന്റെ കൂടെ ആരാ ഉള്ളത്? ദൈവം. ആര്? ആ ആളത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, രണ്ടാമനായ പുത്രൻ, ഒന്നാമനായ പിതാവായ ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആ പിതാവിൽ നിന്ന് കേൾക്കപ്പെട്ട വചനദൂതകൾക്ക് അടിസ്ഥാനമിട്ട് എന്റെ കൂടെ ആ ദൂത് നിവർത്തിക്കാൻ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ഇതാര് പറയുന്നു? ശിമയോൻ പറയുന്നു. മരണം നിന്നെ തൊടത്തില്ലെന്ന് പറഞ്ഞ പിതാവായ ദൈവത്തിന്റെ ശബ്ദമാണ് ഞാൻ കേട്ടത്. അതിനടയാളമായി എന്റെ കൂടെ ഒരുവനെ പിതാവായ ദൈവം അയച്ചിട്ടുണ്ട്. ആരെ? പരിശുദ്ധാത്മാവിനെ. ഇന്ന് പ്രഭാതത്തിൽ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കട്ടെ. എന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഏലിയാമ തോമസ് എന്ന് പറയുന്ന എന്റെ ഫോണിൽ ഫസ്റ്റ് പേജ് ആയിട്ട് കാണുന്ന മഹാമി സഹോദരങ്ങളോട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. എലിയാമ തോമസ് എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തോട് പരിശുദ്ധാത്മ പറയുന്നു, പരാജയപ്പെട്ടു പോകണ്ട, ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. ആത്മനിയോഗത്തോടെ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ മുഴുകിക്കോ. ആമേ, സ്വർഗത്തിലെ ദൈവം കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ദൈവം ചില ചലനങ്ങളെ ഭവനത്തിന്റെ ഉള്ളറകളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ചെയ്യുന്നതായി ദൈവാത്മാവ് ആലോചന പറയുന്നു. കഴിയുമെങ്കിൽ ആ മൈക്ക് ഓൺ ചെയ്യാമോ? ആമേ സഹോദരിയെ, ദൈവകരങ്ങളിലേക്ക് മാതാവേ ആ മൈക്ക് ഓൺ ചെയ്ത് അല്പസമയം അന്യഭാഷകളിൽ ഒന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മ പറയുന്ന ദൂതങ്ങന പാമേൻ, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ആമേൻ, ഭ്രമിക്കുകയും അരുത്. അതുകൊണ്ട് പരിശുദ്ധാത്മ ഒരു ദൂത് ഇങ്ങനെ പറയുന്നത്, ഭാരപ്പെട്ടിരിക്കുന്ന തലങ്ങളിൽ ദൈവത്തിന്റെ മറുപടി വെളിപ്പെടും. മറുപടി വെളിപ്പെടുമ്പോൾ ചില കണ്ണുകൾ ലജ്ജിക്കും, ചില ഹൃദയത്തിന്റെ ചിന്തകൾ വാടും. ആത്മാ പറയുന്നു, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിക്കണം. പരിശുദ്ധാത്മാവിന് ചില കാര്യങ്ങൾ വ്യക്തിപരമായ ആത്മതലങ്ങളിൽ ചെയ്തെടുക്കാനുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. അവിടെ പരിശുദ്ധാത്മാവ് പറയുന്ന വിഷയം, പരിശുദ്ധാത്മാവിന്റെ കൂടെയുണ്ട്. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്നുള്ള ആ വാഴ്ത്തത്വം കേട്ടവൻ നിൽക്കപ്പെടുമ്പോൾ ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി അവൻ കാത്തിരിക്കും. ഇവൻ വെറുതെ കാത്തിരിക്കുകയല്ല. അവിടെ ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ ഈ പുരോഹിതൻ, ഈ ശുശ്രൂഷകൻ അവിടെ ചെയ്യുക. എന്ത് ശുശ്രൂഷയാണ്? നമുക്കറിയാം, മറിയയുടെ ശുദ്ധീകരണ കാലം കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിനെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ കൊണ്ടുവരുന്ന ഒരു തലമുണ്ട്. നാം കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം, കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിക്കുവാൻ അവർ യെരൂശലേമിലേക്ക് യേശുക്കുഞ്ഞിനെ കൊണ്ടുവരും. ആരാണ് അവർ? യേശുക്കുഞ്ഞ്, യേശുവിന്റെ മാതാപിതാക്കൾ ആരൊക്കെയാ? മറിയയും ജോസഫും. എന്റെ ഒരു ഭാവനയിൽ ഞാൻ പ്രൊസീഡ് ചെയ്യുന്നു. യോസഫും മറിയയും യെരൂശലേമിലുള്ള
ഈ ഷിമിയോൻ ശുശ്രൂഷിക്കുന്ന ഈ ദേവാലയത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുക. ഒരു കഴുതപ്പുറത്ത് അവർ യാത്ര ചെയ്യുക. അവർ യാത്ര ചെയ്ത് ഈ ദേവാലയത്തിലേക്ക് വരുന്നു. അങ്ങനെ അനേക ശുശ്രൂഷകൾ ഈ ഷിമിയോൻ എന്ന് പറയുന്ന ഈ പുരോഹിതൻ ദേവാലയത്തിൽ നിന്ന് ചെയ്യുന്നു. പ്രായമൊത്തിരിയായി, കണ്ണിനൊക്കെ ചെറിയ കാഴ്ചകളൊക്കെ മങ്ങി തുടങ്ങുന്നുണ്ട്. സ്കിന്നൊക്കെ ആ പ്രായത്തിന്റെ തലങ്ങളിൽ ചുളുങ്ങുന്നുണ്ട്. പക്ഷെ ഉള്ളിലൊരു പ്രത്യാശ, ഞാനത് പ്രാപിക്കും. അനേക ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിമിയോൻ ദേവാലയത്തിന്റെ പുറത്തേക്ക് നോക്കുമ്പോൾ ആരോ കഴുതപ്പുറത്ത് കയറി ഈ ദേവാലയത്തെ ലക്ഷ്യം വെച്ച് കടന്നു വരുന്നുണ്ട്. നോക്കിക്കേ, അങ്ങനെ ആ കഴുതപ്പുറത്ത് നിന്ന് അവർ ഇറങ്ങി, എന്റെ ഭാവനയാണ്, ദേവാലയത്തിന്റെ അകത്തേക്ക് വന്ന് മറിയ യോസഫിന്റെ കരങ്ങളിലേക്ക് യേശുവിനെ കൊടുത്ത്, യോസഫ് ഷിമിയോന്റെ കരങ്ങളിലേക്ക് യേശുക്കുഞ്ഞിനെ കൊടുത്ത് യേശുക്കുഞ്ഞിനെ സ്വർഗത്തിലേക്ക് ഉയർത്തി അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ നാവിൽ വന്ന വേട നാം ഇപ്പോൾ വായിച്ച കുറുവാക്യം. ഇപ്പോൾ നാഥ തിരുവചനം പോലെ. ശ്രദ്ധിക്കണേ, ഒരു ദൂത പരിശുദ്ധാത്മാ അവിടെ പ്രസന്റ് ചെയ്യുന്നു. നീ കാതുകൾ കൊണ്ട് കേട്ടൊരു ദൂതുണ്ട്. നോക്കിക്കേ, ദേവാലയത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവചനങ്ങൾ അവൻ വായിച്ചപ്പോൾ അവനോട് ദൈവാത്മാവ് പറഞ്ഞ ദൂത് അവൻ കേട്ടു. പക്ഷെ ഒരാൾ രൂപമോ ഒരു വ്യക്തിയെയോ ഒരു ദൂതനെയോ അവൻ കണ്ടില്ല. അവന്റെ കാതുകൾ കൊണ്ടാണ് ആ ദൈവശബ്ദം അവൻ കേട്ടത്. ഇത് നീ പ്രാപിക്കും, പ്രാപിക്കാതെ മരണം നിന്നെ തൊടുകയില്ല. അങ്ങനെയെങ്കിൽ യേശു കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി അവൻ പ്രാർത്ഥിക്കാൻ നേരത്തെ സ്വർഗത്തിലെ ദൈവം അവനോട് പറയുക, ഷിമിയോനെ, നാളുകൾക്ക് മുമ്പ് അവൻ ദേവാലയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നോട് സംസാരിച്ചു. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, അവൻ സമാധാന പ്രഭു, അവൻ അങ്ങനെയുള്ള ദൈവ വചന വാക്തത്വങ്ങളുടെ മുന്നിൽ ശ്രദ്ധിച്ചേ, ആമേൻ, ഈ വാക്തത്വം കാണാതെ മരണം നിന്നെ തൊടുകയില്ല. അങ്ങനെയുള്ള ദൂത് നീ പ്രാപിച്ചില്ലയോ? യെസ്, ഞാൻ പ്രാപിച്ചു, ഞാനത് കേട്ടു. എന്താ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നതെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച കാര്യം ഞാൻ പ്രസന്റ് ചെയ്യട്ടെ. അവനെ കുഞ്ഞിനെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഷിമിയോനോട് പറഞ്ഞു, അവൻ നാളുകൾക്ക് മുമ്പ് നിന്റെ കാതുകൾ കൊണ്ട് കേട്ടൊരു വാക്തത്വമുണ്ട്. ആ വാക്തത്വത്തിന്റെ മറുപടിയാ ഇന്ന് നിന്റെ കരങ്ങളിൽ ഇരിക്കപ്പെടുന്നത്. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നീ കാതുകൾ കൊണ്ട് കേട്ട ദൈവവചനത്തിന്റെ വാക്തത്വമുണ്ടല്ലോ, അത് നിന്റെ കരങ്ങളിൽ പരിശുദ്ധാത്മാവ് തരാൻ പോവാ. ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പസമയം കരങ്ങളെ തട്ടി ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്യഭാഷകളോട് പ്രാർത്ഥിക്കണം കേട്ടോ. ആരും മൗനമായിരിക്കല്ലേ. അല്പസമയം അന്യഭാഷകളോട് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ കാതുകൾ കൊണ്ട് കേട്ട ദൈവവചനത്തിന്റെ വാക്തത്വം എന്റെ കരങ്ങളിൽ അത് ലഭ്യമായിരിക്കുന്നു. നീ തൊടത്തില്ലെന്ന് പിശാച് വാദിക്കുമ്പോൾ, നീ പ്രാപിക്കത്തില്ലെന്ന് മനുഷ്യൻ നിന്നെ കുറിച്ച് പറയുമ്പോൾ, ആത്മാവിൽ പറയട്ടെ, ആത്മാവിൽ ഒന്ന് ചലിച്ചു തുടങ്ങട്ടെ. ഞാനത് പ്രാപിക്കുക തന്നെ ചെയ്യും. ജോസഫ് എന്ന് പറയുന്ന ആ ഇമേജിനോട് യേശുവിന്റെ നാമത്തിൽ അന്യഭാഷകളിൽ കർത്താവിനെ നിന്ന് സ്തുതിച്ച് യേശുവിന്റെ രക്തം ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ രക്തം അവനെ മോളി ജേക്കബ് എന്ന് പറയുന്ന ആ ഇമേജിനോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒറ്റ ദൂതിങ്ങനെയാ. അറാസെ ഹന്തന ശിശു മാത്രമേ മൈക്കോൺ ചെയ്യാമോ? അതേ ഭാഷകളിൽ നാവുകൾ വിട്ടോടെ, പരിശുദ്ധാത്മാവിന്റെ കൺട്രോൾ വിട്ടോടെ, പിടിച്ചു വെക്കല്ലേ.
പരിശുദ്ധാത്മാവിന് കൺട്രോൾ വിട്ടുകൂട്. പരിശുദ്ധാത്മാവ് നാദാവേ നിന്റെ നാവിൽ നിന്ന് വന്ന അന്യ പാട്ടുകളെ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ച് സംസാരിക്കപ്പെടുകയാണ്. കരം കൊണ്ട് തൊടത്തില്ലെന്ന് നിന്റെ തലമുറയോട് വാദിക്കുന്ന, കുടുംബത്തോട് വാദിക്കുന്ന ചില വെല്ലുവിളികളെ, മാനുഷിക വെല്ലുവിളികളെ, പൈശാചിക വെല്ലുവിളികളെ, ചില പാരമ്പര്യ വെല്ലുവിളികളുണ്ട്. പാരമ്പര്യ തലങ്ങളിൽ നിന്ന് വിട്ട് കർത്താവിനെ സേവിച്ച് നിൽക്കപ്പെടുമ്പോ ദൈവാത്മാവിനെ ഇങ്ങനെ വെളിപ്പെടുത്തി തരികയാ. അറസിഖമനഘടകത്തിന് നീ കേട്ടത് പ്രാപിക്കില്ല, നീ കേട്ടത് പ്രാപിക്കില്ല, നീ കേട്ടത് പ്രാപിക്കില്ല. പിശാചിന്റെ പദ്ധതികളെ, പ്ലാനുകളെ, വാക്കുകളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ദൈവാത്മാവ് മാതാവിനോട് പറയുന്നു, തലമുറയ്ക്കകത്ത് ചലിക്കുന്ന ഒരു ദൈവശം. ആത്മാവിൽ വിട്ടുകൂടാ. ചലിക്കേണ്ടത് ചലിച്ചാലേ ചില വാഴ്ത്തത്വങ്ങൾ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുത്തുള്ളൂ. കടല് പോലെ ഇരമ്പി വരുന്ന, കടൽത്തീര പോലെ ഇരമ്പി വരുന്ന ചില മാനസിക വിഷമങ്ങളെ, പ്രയാസങ്ങളെ ദൈവാത്മാവ് കൈകാര്യം ചെയ്യാൻ പോവാ. മാതാവേ, ദിവസങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോണം, ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. ദൈവം ചില വാഴ്ത്തത്വങ്ങളെ കർത്താവ് ഭവനത്തിനകത്ത് ചെയ്യുന്നു, ഭവനത്തിനകത്ത് കർത്താവ് ചെയ്യുന്നു. ദൈവാത്മാവ് എനിക്ക് തരുന്ന വെളിപ്പാട് അങ്ങനെയാ. ദൈവാത്മാവിനെ വ്യാഖ്യാനിച്ച് പറയുന്നത് അങ്ങനെയാ. അവൻ ചില വിഷയങ്ങളുടെ മേൽ, ഞെരുക്കങ്ങളുടെ മേൽ, നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില ഫലങ്ങളുടെ മേൽ ആത്മാവിന്റെ ചലനം വെളിപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. ആത്മാവിൽ കരമുയർത്തി പ്രാർത്ഥിച്ചോ, ദൈവം അത് കരുതി തരാൻ പോവാ. മാതാവിന് നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് പ്രസന്റ് ചെയ്യുന്നതിന് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. കർത്താവ് പറഞ്ഞത്, ഷമീനോട് പറഞ്ഞത് നീ പ്രാപിക്കും. അങ്ങനെയെങ്കിൽ അവൻ കാതുകൊണ്ട് കേട്ടത് എന്ത് ചെയ്തു? കൈകൊണ്ട് തൊട്ടു. ഒരാമയും പറയാൻ എത്ര പേർക്ക് ഇന്ന് പകൽ നാവ് എന്ന് തുറക്കും? കൈകൊണ്ട് തൊട്ടു. തമ്പുരാൻ പറഞ്ഞതിന്റെ വാഴ്ത്തത്തിന്റെ വലിയ ക്വാളിറ്റി ഏതാ? നീ തൊടും. വചനത്തിന്റെ പുറത്തുള്ള വാഴ്ത്തത്വം പറഞ്ഞതൊന്നും തൊടത്തില്ല, അവൻ നിറവേറത്തില്ല. പക്ഷെ ദൈവവചനത്തിന്റെ വാഴ്ത്തത്വങ്ങൾക്ക് മറുപടി എന്താണെന്നറിയാം? നീ തൊടും. വാതുറന്ന് പറ, വിശ്വാസത്തോടെ കൽപ്പില്ല. വാഹനം ഓടിക്കുന്നവരായിരിക്കാം, ഇപ്പൊ ജോലി ടൈമിലായിരിക്കാം, തൊടുമെന്നേ അടുത്ത തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ തൊടാൻ പോവാ. എന്താ തൊടുന്നതെന്നറിയാമോ? ദൈവാത്മാവ് അതിന്റെ 30-ാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 30-31 ജാതികൾക്കും വെളിപ്പെടാനുള്ള പ്രകാശം, നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുന്നിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണുകൊണ്ട് ഒന്ന് സ്വത്രം ചെയ്യാമോ? നിന്റെ രക്ഷയെ സകല ജാതികളുടെ മുന്നിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ്. ഏത് കണ്ണാതാ? എടാ, വാഴ്ത്തത്തെ കേട്ടവന്റെ കണ്ണുകൊണ്ട്, കാത്തിരിക്കുന്നവന്റെ കണ്ണുകൊണ്ടാ, ദൈവശബ്ദത്തിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവന്റെ കണ്ണുകൊണ്ട്. നോക്കിക്കേ, ശിമയോന്റെ കണ്ണുകൊണ്ട്, നോക്കിക്കേ, ഇസ്രായേലിന്റെ രക്ഷകനെ എന്റെ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. നിന്റെ കാതുകൊണ്ട് കേട്ടത് കൈകൊണ്ട് മാത്രമല്ല പ്രാപിക്കാൻ പോകുന്നത്, നിന്റെ കണ്ണുകൊണ്ടും ദൈവം അത് കാണിക്കാൻ പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത വിളിച്ചു പറയുക, നീ കാണുകയില്ല, നീ കാണുകയില്ല എന്ന് വെല്ലുവിളിക്കുന്നതിനെ ആത്മാവിശ്വാസിച്ച് പ്രാർത്ഥിച്ചോണം. ഞാനിത് പ്രാപിക്കും. ഞാനത് പ്രാപിക്കും, ഞാനത് കാണും. ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി എന്ത് ചെയ്യില്ല. ആ വചനം ഒന്ന് നാവിപ്പറ. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല. എന്താ അങ്ങനെ? ഈ പ്രഭാതത്തിൽ നിന്റെ കുടുംബത്തിനെതിരെ അദൃശ്യമണ്ഡലങ്ങൾ വ്യാപരിക്കപ്പെടുന്ന മേഖലകളുണ്ട്. സ്തോത്രം. നിന്റെ തലമുറയുടെ മേൽ അദൃശ്യ തലങ്ങളിൽ വ്യാപരിക്കപ്പെടുന്ന ശക്തികളുണ്ട്. അതിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. ഇനിയും എന്റെ കോമ്പൗണ്ടിൽ കയറരുത്, ഇനിയും എന്റെ തലമുറയുടെ ഭാവിക്കകത്ത് കയറരുത്, ഇനി എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി മണ്ഡലങ്ങളിൽ കയറരുത്, ഇനി എന്റെ തലമുറയുടെ ജോലി മേഖലകളിൽ കയറരുത്.
ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ കേട്ടത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാൻ പോവാ. അസഭേ രിഗനഘടകമനഘക്ഷന്തനെ അസധാ റഗനഘടകസി. അങ്ങനെയെങ്കിൽ ശിമയോൻ അവന്റെ കൈ കൊണ്ട്, അവന്റെ കണ്ണുകൊണ്ട്, അവന്റെ ശരീരം കൊണ്ട് ആ വാഴ്ത്തത്ത നന്മയെ അവൻ പ്രാപിച്ചുവെങ്കിൽ, അവൻ തൊട്ടുവെങ്കിൽ, അവൻ കണ്ടുവെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, ദൈവവാഴ്ത്തത്വത്തിന്റെ മുന്നിൽ കർത്താവ് ചിലത് ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടുത്താൻ പോവാ. അസബ്ധനെ രിഗനഘടകം ധനാരകക്ഷന്തനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുന്ന നിമിഷം പ്രാർത്ഥിക്കാമോ? അവൻ എനിക്ക് ലഭ്യമായിരിക്കുന്ന സമയത്തിന്റെ പരിമിതി ഏതേലും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. അസഭേ രിഗനഘടകസെ. കർത്താവിന്റെ ദാസനും അമേ ഈ ലൈനിൽ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങൾ ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി അല്പ മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ പോവാ. ഈ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട്, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കേട്ട ദൈവശബ്ദം ഈ ദിവസങ്ങളിൽ കണ്ണുകൊണ്ട്, കൈകൊണ്ട്, ശരീരം കൊണ്ട് ഇത് പ്രാപിക്കണം. അത് വിടുതൽ അനുഭവിക്കണം. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. ആത്മാവിൽ എല്ലാ ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചേ. പേര് പറയുന്ന ദയവായി നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത അറബസി ഹംദഹളാരകനക അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. യേശുവിന്റെ രക്തത്താൽ അറഖിമന, യേശുവിന്റെ രക്തം ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഹനമാകാം, തലമുറകളാകാം, കുടുംബമാകാം, വസ്തുവാകാം, എന്തൊക്കെ നന്മകളുണ്ടാകും തമ്പുരാന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ഒന്ന് മുദ്രയിട്ട് പ്രാർത്ഥിച്ചേ. സരോജിനി അമ്മ എ ജോർജ് എന്ന് പറയുന്ന ആ മാതാവ് മാത്രമേ മൈക്കോൺ ചെയ്യാവൂ. അസധീരികനഘടകമന. ഒരു നിമിഷം മാതാവ് ആമേൻ നാവുകളെ ചലിപ്പിച്ച് അല്പസമയം ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതമന ഹബ്ദൽ പൗഡര അതാരകനെ അക്ഷന്തരെ റേവൽ പൗഡ അറകന ഹബ്ദൽ പൗഡ റീഗന. യെസ് 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 യെസ്. ഈ വാക്യമന നാവിന്റെ കെട്ടുകൾ അഴിയണം. ഈ ജനത്തിന്റെ നാവിന്റെ കെട്ടുകൾ അഴിയണം. പുതുവാഴ്ചകളെ വെളിപ്പെടണം. യേസു റഖി റഗ ധന. ദൈവാത്മാവ് ഇങ്ങനെ അതിനെ വ്യാഖ്യാനിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കപ്പെടുകയാണ്. ജാതീയ മേഖലകളെ വിട്ടുവന്ന് കർത്താവിനെ മാത്രം സേവിച്ചു നിന്നൊരു കാലഘട്ടത്തിന്റെ നടുവിൽ കൂടെ മാതാവിനെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവന്ന് നിർത്തിയിരിക്കുമ്പോൾ അനവധി വേദനകളും നിന്ദകളും പ്രയാസങ്ങളും നിന്ദകളും അനുഭവിച്ചു അറസിക്ക് രിഗതനഘടകം അവയെ സഹായിക്കാൻ കഴിവുള്ള രക്തബന്ധങ്ങളിൽ നിന്നുപോലും നിന്നയുടെ അനുഭവങ്ങളെ ഏറ്റുവാങ്ങി കർത്താവിനെ സേവിച്ചു നിന്ന ചില തലങ്ങളെ പരിശുദ്ധാത്മാവിനോട് പറയുകയാ. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് ഒരു ദൂത മാതാവിനോട് വ്യക്തമായി അരുളി ചെയ്യുന്നു. കാണേണ്ട ചില നന്മയുണ്ട് കുടുംബത്തിന്റെ അകത്ത്, അത് പ്രാപിക്കാൻ കഴിയുന്നില്ല. അടയപ്പെട്ടതുപോലെ ഒന്നൊന്നായി അടഞ്ഞടഞ്ഞു വരുന്ന ചില മനസ്സിലെ ഭാരങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു. അതിനെ കൈകാര്യം ചെയ്യാൻ ദൈവാത്മാവിന്റെ മുന്നിലേക്കൊന്ന് വിട്ടുകൂടാ. പരിശുദ്ധാത്മാവിനാൽ ചില ജാതീയ ശക്തികളുടെ അവയെ പിന്തുടർച്ചകൾ ദൈവാത്മാവ് അടിവരോടെ അതിനെ കീറാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന്റെ നിയോഗത്തോട് ദൈവദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, ജാതീയ ശക്തി അല്ല അവകാശമായി പിന്തുടരേണ്ടത്, ഉയരത്തിന്റെ ദൈവവചനത്തിന്റെ വാഴ്ത്തത്വമാണ്. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് പറയുന്നൊരു ദൂത എഴുതി വെച്ചുകൊള്ളണം. ദൈവം ഭവനത്തിന്റെ അകത്ത് നന്മയ്ക്കൊരു അടയാളം ചെയ്യാൻ പോവാ. നന്മയ്ക്കൊരടയാളം ചെയ്യാൻ പോവാ. അത് ദൈവസഭയ്ക്കും ജനത്തിനും ഭവനത്തിനും ഒരനുഗ്രഹമായി പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു എന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. അസധേരികനഘടകമന യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ലാലി തമ്പി എന്ന് പറയുന്ന ആ ഇമേജിന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അറസി ഹംദന റഗൽ ഖൗഡരെ ജനരഗനഗസി അഥാരഗനഗനഗമന. മൈക്കോൺ ചെയ്താട്ട് അശംദൽ ഖൗഡരെ രിഗനഗനഗമന അസദ്ധിനി അമേ റഗദ്ധുനി രിഗനഗനഗമന. യേശുവിന്റെ രക്തം ചെയ്യും. അല്പസമയം നാവുകളെ വിട്ടോടെ, നാവുകളെ വിട്ടുകൂടെ, ആടുകൊട്ടുകൂടെ, നാവുകളെ വിട്ടുകൂടെ. രണ്ട് ഭാഷകൾ പ്രാപിച്ചില്ലെങ്കിലും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. സ്തോത്രം പറഞ്ഞു, യേശുവിന്റെ രക്തം പറഞ്ഞു വിട്ടുകൊടുക്കണം. ദീകനഘടക ജീവക്ഷന്തന ജീവക്ഷാതനഘടക ദൈവാത്മാ പറയുന്ന ഒരു വെളിപ്പാടിങ്ങനെ പ്രാപിച്ചു കയറാൻ കഴിയാതെ ഉണങ്ങി വരേണ്ട നിലം പോലെ, ഉണങ്ങി വരേണ്ട നിലം പോലെ, മുട്ടക്കുന്നുപോലെ, യെസ് മുട്ടക്കുന്നുപോലെ, മുട്ടക്കുന്നുപോലെ ദൈവാത്മാ പറയുന്നു. ഭവനത്തിനകത്ത് ചില ഒരുക്കങ്ങൾ വേണം.
ഭവനത്തിന്റെ Hallelujah. അകത്ത് ചില ഒരുക്കം വേണം, ഒരുക്കം വേണം, ഒരുക്കം സ്തോത്രം, വേണം, ഒരുക്കം വേണം, സ്തോത്രം, ഒരുക്കം വേണം. സ്തോത്രം, യെസ്, സ്തോത്രം, ചില സ്തോത്രം, ക്രമീകരണം സ്തോത്രം. വരുത്തുന്നത് പരിശുദ്ധാത്മ പറയും. Praise the Lord. ഒരുക്കം വേണം. ഈ ദിവസങ്ങളിൽ കുടുംബമായ ദൈവസന്നതിൽ ഒരുങ്ങി ഒന്ന് മുട്ടുകുത്താൻ മതി. Praise the Lord. Praise the Lord. ആ Praise the Lord. യെസ് Praise the Lord. ചില ചോദ്യങ്ങൾക്ക് മാതാവ് മറുപടി വെളിപ്പെടും. Hallelujah. സ്തോത്രം, സ്തോത്രം. മറുപടി വെളിപ്പെടുന്നു. ചോദ്യങ്ങൾക്ക് മറുപടി വെളിപ്പെടുന്നു. Hallelujah. സ്തോത്രം. ആരാധനേരിക ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കാം. നോൺ റസിക്ക വചനത്തിന്റെ പ്രസന്റ് അവിടെ വെളിപ്പെട്ടു. പിശാചിന്റെ ചോദ്യങ്ങൾക്ക് അറുതി വരുത്തി. അങ്ങനെയെങ്കിൽ ദൈവാത്മാ പറയുന്നു, ചില ചോദ്യങ്ങൾക്ക് അറുതി വരുത്താൻ വചനം എന്ന അപ്പം വ്യാപരിക്കപ്പെടുന്നു. Praise the Lord. യേശുവിന്റെ രക്തം. ദൈവാത്മാ പറയുന്നു, പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ ആയിരുന്നോണം ദൈവം ചില നിന്നയുടെ കല്ലുകളെ ഉരുട്ടിക്കളയുന്നത്. Hallelujah. സ്തോത്രം, സ്തോത്രം. നിന്നയുടെ കല്ലിനെ ഉരുട്ടിക്കളയും. ഇനി യേശു എന്ന ഒരുവൻ ഇനി എഴുന്നേക്കത്തില്ല. അവനെ ഞങ്ങൾ മുദ്രയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. പക്ഷേ സ്തോത്രം. ഭരണകൂടം ചിന്തിച്ചതല്ല, മഹാപുരോഹിതന്മാർ ചിന്തിച്ചതല്ല. ആ മുദ്രകളെ പൊട്ടിച്ച് ഉയർപ്പിന്റെ ആത്മാവിനാൽ യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ദൈവാത്മാ പറയുന്നു, ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളും അങ്ങനെ ഒരു ഉയർപ്പിന്റെ അടയാളമാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഒരുക്കപ്പെട്ട ക്രമീകരണങ്ങൾ വരുത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. റസേ ഹഥന ബാബു എന്ന് പറയുന്ന ഇമേജിനോട് മടുത്തു പോകരുത്. ദൈവാത്മാ പറയുന്നു, മടുകൽ. പ്രാർത്ഥനയും മടുകൽ. കരഞ്ഞോണം. പൊട്ടനെ പോലെ കരഞ്ഞു, പൊട്ടിയെ പോലെ കരഞ്ഞു. ദൈവം ചില നന്മ വെളിപ്പെടുത്തി. ഇതെങ്ങനെ സാധിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവാത്മാവ് ചില കരങ്ങൾ മേൽ ദൈവാത്മാവ് തൊടുന്നതായി പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പാട് തരുന്നു. അനോബിജു എന്ന് പറയുന്ന ഇമേജിനോട് കൈകൊണ്ട് ചില നന്മ ദൈവം തൊടിപ്പിക്കാൻ പോവാം. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെയാണ് പറയും. കൈകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വാഴ്ത്തത്വ നിവർത്തികളുടെ ചില തലങ്ങളെ പരിശുദ്ധാത്മാവ് തൊടിപ്പിക്കാൻ പോവാം. ഭൗതിക തലങ്ങളുടെ മേൽ ദൈവം ചില ചലനങ്ങൾ അയക്കുന്നതായി പരിശുദ്ധാത്മാ പറയും. ലഭിക്കില്ല എന്ന് പറയുന്ന ചില പേപ്പറുകളെ, ചില ഫയലുകളെ ദൈവാത്മാ തരുന്ന വെളിപ്പാട് അങ്ങനെയാണ്. സഹോദരങ്ങളെ, ദൈവാത്മാവ് ചലിപ്പിക്കാൻ പോവാ. ആത്മാവിൽ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാ പറയും. ജോലി എന്ന് പറയുന്ന ഇമേജിനോട് കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഇട്ടിറങ്ങി വാ. സകലിനും ഇട്ടിറങ്ങി ആ പടകിൽ നിന്ന് ഇറങ്ങിയവനെ ഇനിയും മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് അരുളി ചെയ്ത ദൈവാത്മാവ്. കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന്റെ വയലിൽ ഇനിയും നിന്നെ കൊണ്ട് ഓടിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കർത്തദാസന്മാർക്ക് നീ ഒരു ആശ്വാസമായി. കർത്തദാസന്മാരുടെ ഹൃദയങ്ങൾക്കൊരു തണുപ്പായി നിന്നെ കർത്താവ് ഉപയോഗിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, ദൈവിക പദ്ധതികളിലേക്ക് ഒരുക്കി പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിലായിരിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. റീന ഡി എന്ന് പറയുന്ന ഇമേജിനോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു തരം മൈക്കോൺ ചെയ്യാമോ? ഷാറാസി ഹംദന റഗദനഗസ് നാവി ഏൽപ്പിക്കുക സിസ്റ്റർ. ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് പറയപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എങ്ങനെ വ്യാഖ്യാനിച്ച് സംസാരിക്കും. പ്രാപിക്കില്ല എന്ന് പറയുന്നതിനെ ആത്മാവിൽ പറഞ്ഞു തുടങ്ങണം. ഞാൻ പ്രാപിക്കും, ഞാൻ പ്രാപിക്കും, ഞാൻ പ്രാപിക്കും. ചില വാഴ്ത്തത്വ നന്മകൾക്ക് വേണ്ടി സിസ്റ്റർ താങ്കൾ കാത്തിരിക്കുന്നു. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നിങ്ങളെ കരം പിടിച്ച് ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കും. ഈ ഉപജീവന മാർഗത്തോടുള്ള ബന്ധത്തിൽ ചില ഞെരുക്കങ്ങൾ, ചില വെല്ലുവിളികളുണ്ട്. ദൈവാത്മാ പറയുന്നു, സ്റ്റേജ് മാറ്റി ദൈവം നിർത്തും, അവസ്ഥ മാറ്റി ദൈവം നിർത്തും. റസെ ഹത്തന ആ നിമിഷവും കർത്തൃനാമത്തെ മറന്നു കളയരുത്. പരിശുദ്ധാത്മാ വ്യക്തമായി ഓർപ്പിക്കപ്പെടുന്നത് അങ്ങനെയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
അറസെ ഹഥന. ദാസേ, നീ ഇപ്പോൾ ആയിരിക്കുന്ന അനുഭവം ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവവചനത്തിന്റെ വാഴ്ത്തത്താലും നിനക്ക് ലഭ്യമായ നന്മയാണ്. നീ അത് മറന്നു കളയരുത്. ദാസേ, നീ ഇരിക്കുന്ന ഇടം പോലും ദൈവശബ്ദത്തിന്റെ മറുപടിയാണെന്നുള്ള കാര്യം മറക്കരുത്. അനുഭവിക്കുന്ന നന്മ പോലും ദൈവകാര്യത്തിന്റെ മറുപടിയാണെന്ന് മറക്കരുത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ഒറ്റ ദൂത് അവിടെ പറയുന്നതാണ്. ഹന്ന കരഞ്ഞത് തലമുറയ്ക്ക് വേണ്ടിയാണെങ്കിൽ അവളുടെ കൂട്ട് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചോ. നിന്ദിക്കുന്നവന്റെ മുന്നിൽ ദൈവം ചില മാന്യതകളെ ഒരുക്കി. അന്ന എങ്ങനെ പ്രാർത്ഥിച്ച പ്രസന്റാ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നത്. ഹൃദയം തുറന്നു, ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചതാണ്. ദൈവാത്മ പറയുന്നു, ആ നിലകളിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കട്ടെ എന്നാണ് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. കണ്ണുനീരിന് മറുപടി നൽകാൻ ഈ ദൈവം വിശ്വസ്തനെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അതുകൊണ്ട് ആത്മാവിൽ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, അതിന് ഒരുക്കത്തോടു കൂടെ ആയിരിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയും. എങ്കിലും അധാരാമന ദീകൾക്കൗടര ദമനക്ഷന്തനെ ദിഗനാട്ടകം ഒരുക്കപ്പെടേണ്ട ചില വ്യക്തിതലങ്ങൾ ഉണ്ട്. അവസ്ഥ അബ്ദുനെ അത് പരസ്യമന്യം പ്രസിദ്ധി ചെയ്യുന്നില്ല. ഒരുക്കത്തോടെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് ദൈവാത്മാവ് താങ്കളുടെ പ്രാർത്ഥനാ തലങ്ങളിൽ അത് വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. ലാലി ഇബ്രഹാം അസധേ തികന റബൻഷന്തനെ അസധേ തികന. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു ദൂത് ഇങ്ങനെയാണ്. റക്ഷന്തനെ യഹോശഫാത്ത്, യഹൂദ രാജാവായ യഹോശഫാത്ത് ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. കാരണം വന്നതിനെ വന്നിടത്തേക്ക് തന്നെ സ്വർഗത്തിലെ ദൈവം മടക്കി അയക്കും. ചില ഫയറ്റുകളുണ്ട്. ആ ഫയറ്റുകളെ വന്ന ഇടത്തേക്ക് അതിനെ ഓടിക്കാൻ സിസ്റ്റർ പോകണ്ട, വ്യക്തികൾ പോകണ്ട. പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ ദൈവം താങ്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ചില യുദ്ധങ്ങൾ അവസാനിക്കുന്നത് തോൽവിയിലല്ല, ജയത്തിലാണ്. യഹോശഫാത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് സ്വർഗത്തിലെ ദൈവമാണ്, അത് മറന്നു കളയരുത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർപ്പിക്കപ്പെടുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് എന്റെ വിശ്വാസം. എങ്കിലും അവൻ മറ്റു ലൈനുകളിലേക്ക് പോകുന്ന ഒരു ഇമേജ് ഞാൻ കാണുന്നു. കർത്താവെ, ഈ ദൈവശബ്ദം കേട്ട സകലരെയും നിന്റെ വചനത്താൽ ഈ പ്രഭാതത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് സകലരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.